സ്വാഗതം. വെറും ചെറിയൊരു വീഡിയോ ഇന്നത്തെ. ഞാൻ ഇത് ഉണ്ടാക്കാൻ ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡാണ്. ഇനി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതേപോലെ നിങ്ങൾക്കും അതേപോലെ പരീക്ഷിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചന, മറ്റേ നമ്മുടെ കടല, വെള്ളക്കടലയില്ലേ, വെള്ളക്കടലയോ അല്ലെങ്കിൽ കറുത്ത കടലയോ നല്ലതാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഷുഗറുകാർക്ക് ഏറ്റവും പറ്റിയ ഒരു പറ്റിയ ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്യുക. ചെറിയ ചെറിയ എക്സർസൈസ് ചെയ്യുക. നിങ്ങൾക്ക് മരുന്നിൻ്റെ അളവ് കൂട്ടാതെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ആഹാരത്തിലൂടെ ഒരുപാട് നമുക്ക് ഷുഗർ കൂട്ടാതെ നമുക്ക് അങ്ങനെ മരുന്ന് കഴിക്കുന്നവർ ആ മരുന്നിൽ തന്നെ, അതായത് ആ മരുന്നിൻ്റെ അളവ് കൂട്ടാതെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒന്ന് കടുക് വറുക്കാം. കടുക് പൊട്ടുമ്പോൾ കടുകിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് സവാള അരിഞ്ഞതിൻ്റെ കൂടെ ഇടാം, അല്ല എന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി അരിഞ്ഞിടാം, അല്ലാതെയും വയ്ക്കാം. ഇതൊന്നും അരിഞ്ഞിടാതെ ഇത് ഇങ്ങനെ വേവിച്ചിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും ഇത് തന്നെ ആക്കാം. ആണ് ഈ ഷുഗർ ഉള്ളവർ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, വളരെ കുറയ്ക്കുക. ചോറ്, അരിപ്പുട്ട്, ഗോതമ്പ് പുട്ടും അത് തന്നെ, രണ്ടിനും ഒരേ എഫക്റ്റ് തന്നെ. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തീ ഓഫാക്കുക. കടുക് പൊട്ടിയാലുടൻ തീ ഓഫാക്കുക. ഇപ്പം ഞാൻ ഇതിനൂടെ പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഞാനൊരല്പം മുളക് പൊടി ഇടുന്നത്. അപ്പം ആ തിന്നാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. അതൊന്നായി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല വേവിച്ചത് നമുക്ക് ഇതിപ്പോൾ തീ ഓഫ് ആക്കിയേക്കുവാ ഞാൻ. കടല വേവിച്ചത് ഇങ്ങനെ വെള്ളമില്ലാതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് പകരം കറുത്ത കടലയാക്കാം, പയറാക്കാം, വൻപയർ, ചെറിയ പയർ ഇഷ്ടമുള്ളവർക്ക് ചെറിയ പയറാക്കാം. അപ്പം നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുറയും. പിന്നെ കുറച്ച് എക്സർസൈസും ചെയ്യുക. മരുന്ന് നിർത്തരുത്. ഓക്കെ, മരുന്ന് നിർത്താതെ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിച്ച് നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയ്ക്കുക. മരുന്ന് കട്ട് ചെയ്യരുത്. മരുന്ന് ഉടനടി അങ്ങ് കട്ട് ചെയ്ത് പോയി. പക്ഷേ ഷുഗർ ഉള്ളവരെന്താണ്, അവരുടെ ഷുഗർ ലെവൽ കൂടിയാണ് വരുന്നത്. അല്ലാതെ ശ്രദ്ധിക്കാത്തവർക്ക്, എക്സർസൈസും ഇല്ല, ആഹാര നിയന്ത്രണവും ഇല്ലെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഷുഗർ ചെക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, മരുന്നിൻ്റെ അളവ് അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കും. കാരണം ഡോക്ടർമാർ ഇരിക്കുന്നത് അവരുടെ അസുഖം കുറച്ച് കൊണ്ടുവരാനായിരിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, പല ടെസ്റ്റുകളും ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ മരുന്ന് കൊടുക്കുമ്പോഴല്ലേ അവർ വേറെ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അല്പ ലെവൽ കൂട്ടിക്കൊടുത്ത് കുറച്ച് കൊണ്ടുവരും. പക്ഷേ ഇവർ ശ്രദ്ധിക്കത്തില്ലല്ലോ. ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ വീണ്ടും ഷുഗർ ലെവൽ കൂടും. അപ്പം വീണ്ടും അവർ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അങ്ങനെയാണ് ആൾക്കാർക്ക് മരുന്നിൻ്റെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരുന്നത്. അപ്പം അവരും കൂടെ അല്പം ശ്രദ്ധിച്ചാൽ, ചെറിയ എക്സർസൈസും ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ആഹാരവും നിയന്ത്രിച്ചാൽ. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ പച്ച ഏത്തയ്ക്ക വേവിച്ചിട്ട് ഇതുപോലെ ഇതേ സെയിം മെത്തേഡ്. അപ്പം അത് സത്യമായിട്ടും അത് നല്ലൊരു ഇതാണ്. ആ ഏത്തയ്ക്ക വേവിച്ചിട്ട് ആ വെള്ളം അങ്ങ് കളയണേ. വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്ക്.
അത് ഭയങ്കര ഒരു ഗുണമുള്ള അതും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അത് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഒരുപാട് കഴിക്കണമെന്നോ അല്ലെങ്കിൽ വലിയ ഇത് രുചിയില്ലാത്ത സാധനമല്ലല്ലോ, നല്ലതല്ലേ ഇത്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. അതൊക്കെ ചെയ്ത് ഞാനത് ടാഗ് ചെയ്തേക്കാം. ഓക്കെ, അത് നിങ്ങൾ കയറി കാണുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഷുഗറുകാർക്ക് പറ്റിയ വിഭവങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇത് കഴിച്ച് മടുക്കുമ്പോൾ ഞാൻ വീണ്ടും ഷുഗറുകാർക്ക് വേണ്ടിയിട്ട് എല്ലാ ധാന്യങ്ങളും ചേർത്തൊരു ദോശ ഉണ്ടാക്കി. ദോശയാവാം, ദോശയുടെ കൂട്ടത്തിൽ കടലക്കറിയാക്കാം അല്ലേ, പിന്നെ സാമ്പാറാക്കാം. സാമ്പാറിനകത്ത് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ബാക്കിയെല്ലാം ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങ് ഒരു കുഞ്ഞതൊക്കെ ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, കാരണം ക്വാണ്ടിറ്റി കൂടുതലും ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഉരുളക്കിഴങ്ങ് ഇല്ലാതെ നമുക്ക് സാമ്പാർ വെക്കാം. ഞാനൊരു ഉള്ളി സാമ്പാർ വെച്ചിട്ടുണ്ട്, അതിന് ബെറ്ററാണ്. ആ ദോശയും അതുമായിട്ട് കഴിക്കുക. ഇത് ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചേക്കുന്നത്, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക കേട്ടോ. ഇത് കഴിഞ്ഞ് ലേശം ഉപ്പ് വേണം, ഇച്ചിരി ഇട്ടേക്കാം, ലേശം. അപ്പം ഞാൻ ഈ ബാക്കി വെച്ചേക്കുന്ന എന്താ ചെയ്യുന്നതെന്നറിയാം. ഇതുപോലെ ധാന്യങ്ങൾ ചേർത്ത് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കടലക്കറിയാക്കും. ഞാൻ കടല വേവിക്കുമ്പോൾ ഒരു ലേശം കൂടുതൽ വേവിക്കും കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഗ്യാസിലാണ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റായി. കടലയൊക്കെ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ കടുവറുക്കുന്ന അവസരത്തിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ആ എണ്ണയ്ക്കകത്ത് മൂപ്പിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും എല്ലാം ഇടാൻ. കറിവേപ്പില പോയി പിച്ചുന്നതുകൊണ്ട് അതങ്ങ് എളുപ്പം ഒഴിവാക്കിയ. എണ്ണ അടുപ്പിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഷുഗർകാർ പ്ലീസ് ഇതൊക്കെ ഈ രീതിയിലൊക്കെ ഫോളോ ചെയ്യുക. മരുന്ന് നിർത്താതെ, മരുന്നിൻ്റെ അളവ് അപ്പോൾ കൂട്ടാതെ നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടാവും. കൂട്ടി പോയി വേറെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ ആ ഷുഗർ ലെവൽ ഒരു ലെവലിൽ കൊണ്ടുപോയി നിർത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ കണക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം, നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ കണ്ടിഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്ത് തരാം. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കണ്ടിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വ്യൂ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.